പത്തനാപുരം MLA-യും നമ്മുടെ ബഹുമാനപ്പെട്ട കേരളത്തിന്റെ ഗതാഗത മന്ത്രിയുമായിട്ടുള്ള ഗണേഷ് കുമാർ സാറ് കഴിഞ്ഞ ദിവസം ഒരു പ്രസംഗത്തില് ഒരു പരാമർശം നടത്തിയുണ്ടായി. ആദ്യം നമുക്ക് ആ പ്രസംഗം കേട്ടിട്ട് വരാം. ഇപ്പൊ എല്ലാവർക്കും ആഗ്രഹം ഒരാളെ പിടിച്ചോണ്ട് ജയിലിൽ ഇട്ടിട്ടുണ്ട്, അയാൾക്ക് ജാമ്യം കിട്ടുമെന്ന് അറിയാനുള്ള വലിയ ആകാംക്ഷയിലാണ്. അയാളെ ഒന്ന് എങ്ങനെയെങ്കിലും ഇറക്കി കൊണ്ടുപോകണമെന്നാണ്. അധപ്പതനം എന്നല്ലാതെ എന്ത് പറയാൻ. കോൺഗ്രസിന് അന്തസ്സുണ്ടെങ്കിൽ അയാളോട് MLA സ്ഥാനം രാജിവെക്കുമെന്ന് വേണം. ഞങ്ങൾ പുറത്താക്കി, ഇനി അയാൾ ഏത് കയ്യാലെ ചാടിയാലും കുഴപ്പമില്ല എന്ന് വിചാരിക്കുന്നത് ശരിയല്ലല്ലോ. അയാളെ പുറത്തു പോകാൻ പറയൂ. ഞങ്ങളുടെ യൂറോപ്പിൽ കിട്ടിയ ഈ MLA സ്ഥാനം രാജിവെക്കൂ എന്ന് പറയാൻ ഒരു കോൺഗ്രസ് നേതാവിനും ധൈര്യമില്ലാണ്. എന്തോ ഒരു പേടിയുണ്ട്, എന്തോ ഒരു സാധനം ഏതാ ഉണ്ട്. പ്രസംഗം നിങ്ങൾ കേട്ട് കാണുമല്ലോ. ആ പ്രസംഗത്തിൽ ആരെ പറ്റിയാണ് പറഞ്ഞിട്ടുള്ളതെന്ന് കേരളത്തിലെ എല്ലാവർക്കും മനസ്സിലാവും. ആരെ പറ്റിയാണ് പറഞ്ഞിട്ടുള്ളത്? രാഹുൽ മാങ്കൂട്ടത്തിനെ പറ്റിയാണ് ഗണേഷ് കുമാർ പറഞ്ഞിട്ടുള്ളത്. ഗണേഷ് കുമാർ സാറിനുള്ള മറുപടിയായിട്ട് ഞാൻ എൻ്റെ വാക്കുകളിൽ പറയുന്നില്ല, ബൈബിളിൽ നിന്നുള്ള 2-3 വാക്യങ്ങൾ ഞാൻ പറയാം. അതായത് മത്തായി എഴുതിയ സുവിശേഷം 7-ാം അധ്യായം 5-ാം വാക്യവും ലൂക്കോസ് എഴുതിയ സുവിശേഷം 6-ാം അധ്യായം അതിൻ്റെ 41-42 വാക്യങ്ങൾ. ആ വാക്യങ്ങളുടെ ചുരുക്കം ഞാൻ പറയാം, അത് നിങ്ങൾ വായിച്ചു നോക്കിയാൽ മനസ്സിലാവും. അതിൻ്റെ ചുരുക്കം എങ്ങനെയാണ്: സഹോദര, നിന്റെ കണ്ണിലെ കോൽ ഇരിക്കുമ്പോൾ നീ നിന്റെ സഹോദരന്റെ കണ്ണിലെ കരട് കാണുന്നതെന്ത്? ആദ്യം നീ നിന്റെ കണ്ണിലെ കോൽ എടുത്തു മാറ്റുക, അപ്പോൾ മാത്രമേ നിനക്ക് നിന്റെ സഹോദരന്റെ കണ്ണിലെ കരട് എടുത്തു മാറ്റാൻ തക്കവണ്ണം ശക്തി ലഭിക്കുകയുള്ളൂ. അതായത് നിന്റെ കണ്ണുകൾക്ക് ശക്തി ലഭിക്കുകയുള്ളൂ എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. അതിനകത്ത് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം കൂടെ ഉണ്ട്: കപടനാട്യക്കാര, ആദ്യം നീ നിന്റെ കണ്ണിലെ കോൽ എടുത്തു മാറ്റുക, എന്നിട്ട് മാത്രമേ നിനക്ക് നിന്റെ സഹോദരന്റെ കണ്ണിലെ കരട് എടുത്തു മാറ്റാനുള്ള ശക്തി നിന്റെ കണ്ണുകൾക്ക് ലഭിക്കൂ എന്നുള്ളതാണ് ആ വാക്യങ്ങളുടെ ചുരുക്കം. ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാൻ കഴിയും? അത് തന്നെയാണ് എനിക്ക് ഗണേഷ് കുമാർ സാറിനോട് മറുപടിയായിട്ട് പറയാനുള്ളത്. ഒരു കാര്യം കൂടെ പറഞ്ഞുകൊള്ളട്ടെ, ഈ നാട്ടിലെ ജനങ്ങൾക്ക് അൾഷിമേഴ്സ് ഒന്നും ബാധിച്ചിട്ടില്ല. ഈ നാട്ടിലെ ജനങ്ങൾ എല്ലാം കണ്ടും കേട്ടും അറിഞ്ഞും തന്നെയാണ് ജീവിക്കുന്നത്.